ദേശീയ ബാലതരംഗം നമ്മുടെ രാമചന്ദ്ര സാറിന്റെ സ്മരണാർത്ഥം 2018 മുതൽ ആരംഭിച്ച കർമ്മശ്രേഷ്ഠ പുരസ്കാരം, അതിന് അർത്ഥമായിട്ടുള്ളത് ഈ വർഷം ഇടുക്കിയിൽ നിന്നുള്ള ഫിലിപ്പച്ചൻ KPSTയുടെ മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇടുക്കി ജില്ലയിലെ പ്രഥമാധ്യാപകനായി തൊടുപുഴ മുനിസിപ്പാലിറ്റി കീഴിലുള്ള വെള്ളാങ്കൽ ഗവൺമെന്റ് ഓഫീസിലെ പ്രഥമാധ്യാപകൻ സർവീസ് കഴിഞ്ഞ വർഷം വിരമിച്ചു. അദ്ദേഹത്തിനാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ സംഘാടകൻ, നല്ലൊരു അധ്യാപകൻ, അതുപോലെ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റും ഒക്കെയായിരുന്നു. അതുപോലെ നമ്മുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രത്യേക ആദരവുള്ള ശ്രീ ബാലകൃഷ്ണൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, ശാരീരിക അസ്വാസ്ഥ്യം വളരെ എത്തിച്ചേർന്നില്ല. അതുപോലെ നമ്മുടെ സുൽത്താൻ ഭാഷ പുരസ്കാരത്തിന് നമ്മൾ ആദരവ് കൊടുക്കുന്ന നമ്മുടെ രക്ഷാധികാരിയും AIPTF ട്രഷററും കൂടിയായ ശ്രീ അയ്യൂർ നമാസ്, ഗുരുവന്ദനത്തിലൂടെ നമ്മൾ ആദരിക്കുന്ന 10 പേരെയാണ് നമ്മൾ ഗുരുവന്ദനത്തിലൂടെ ആദരിക്കുന്നത് 10 ജില്ലകളിൽ നിന്ന്. നേരത്തെ സൂചിപ്പിച്ച അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ശ്രീ ദാമോദരൻ മാസ്, അദ്ദേഹം സർവീസ് വിരമിച്ചു. റിട്ടയർ ചെയ്തപ്പോൾ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് ഏകദേശം 15 ലക്ഷം രൂപ മുടക്കി പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുത്തുകൊണ്ട് മാതൃകയായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ദാമോദരൻ മാസ്. അദ്ദേഹത്തിനാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഈ അവാർഡിനെ നമ്മൾ പരിഗണിച്ചത്. കണ്ണൂർ ജില്ലയിൽ നിന്നും അവാർഡ് പരിഗണിച്ച ശ്രീ വിനോദ് കുമാർ, KPSTയുടെ ട്രഷററായി 2016 സർവീസ് വിരമിച്ചു. ദീർഘനാൾ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ കമ്മീഷണറായി, ഒരുപക്ഷെ നമ്മുടെ സർക്കാരിന്റെ കാലത്ത് കമ്മീഷണറായിട്ട് അതുവരെ അധ്യാപകരെ പോസ്റ്റിൽ വെച്ചില്ല. അങ്ങനെ അധ്യാപക മേഖലയിൽ നിന്നും ആദ്യമായി കമ്മീഷണറായി വരുന്നത് ശ്രീ വിനോദ് കുമാർ സാറാണ്. ഇന്നും സജീവമായി കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ വിനോദ് കുമാർ സാർ. അദ്ദേഹത്തിനാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും അവാർഡിന് പരിഗണിച്ചിട്ടുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അവാർഡ് പരിഗണിച്ച കുമാരൻ മാസ്റ്റർ, അദ്ദേഹം തികഞ്ഞ ഒരു ഗാന്ധിയൻ, നിരവധി പുരസ്കാരങ്ങളിൽ വ്യക്തിത്വമാണ്. അദ്ദേഹം വീട്ടിൽ അസൗകര്യം കാണാൻ എത്താൻ കഴിഞ്ഞില്ല. അതുപോലെ ഇടുക്കി പാലക്കാട് KG ബാബു, അദ്ദേഹം വരാൻ വേണ്ടിയിരുന്നാണ്, അദ്ദേഹത്തിന് ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ള അദ്ദേഹം എത്തിയില്ല. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ശ്രീ PK ജോർജ്, അദ്ദേഹം കഴിഞ്ഞ വർഷം KPSTയുടെ സംസ്ഥാന ഭാരവാഹി സഭയിൽ വിരമിച്ച വ്യക്തിത്വമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ തൃശൂർ ജില്ലയിൽ നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്ന നല്ല ഒരു സംഘാടകനും സഭയുമായി ബന്ധമുള്ള വ്യക്തിത്വമുടമയാണ് ശ്രീ PK ജോർജ്. അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിൽ ഗുരുവന്ദനത്തിന് അത് നമ്മൾ സെലക്ട് ചെയ്തു. എറണാകുളത്ത് നിന്ന് വീണ ടീച്ചർ, KPSTയുടെ സംസ്ഥാന സെക്രട്ടറിയായി 4 വർഷങ്ങൾ മുമ്പ് വിരമിച്ച വ്യക്തിത്വമാണ് വീണ ടീച്ചർ. അതിനുശേഷം KRTCയുടെ സജീവ നേതൃത്വത്തിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള നല്ല ഒരു സംഘാടകയാണ് വീണ ടീച്ചർ. വീണ ടീച്ചറാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തത്. ഇടുക്കി ജില്ലയിൽ നിന്നും തിരുവനന്തപുരം തിരഞ്ഞെടുത്ത CK മുഹമ്മദ് ഫൈസൽ കഴിഞ്ഞ വർഷം KPSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി സർവീസ് വിരമിച്ചു. അതേപോലെ പ്രഥമാധ്യാപകനായിട്ടാണ് സർവീസ് വിരമിച്ചത്. ഇടുക്കി ജില്ലയിൽ സംഘടന ശക്തിപ്പെടുത്തുവാൻ, അതോടൊപ്പം തന്നെ KRTC എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കാനും ശക്തിപ്പെടുത്താനും ഒക്കെ നല്ല പിന്തുണ സംവിധാനം തരുന്ന CK മുഹമ്മദ് ഫൈസലിനെ ഇടുക്കിയിൽ നിന്ന് അദ്ദേഹത്തിന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ശ്രീ അനിൽ C. ഉഷസ്, അദ്ദേഹം KPST രൂപം കൊടുക്കുന്ന GSTയുടെ അവസാന ഘട്ടത്തിൽ സംഘടനയിൽ വിരമിച്ച സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി, GSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി വിരമിച്ച അനിൽ C. ഉഷസ്. ഇതിന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ല പ്രകാശം പറഞ്ഞ അനിൽ C. ഉഷസ്. അവരുടെ പേര് ഒരു പുതുമയുള്ള പേരാണ്. അദ്ദേഹം ഇപ്പോൾ സർവീസ് പെൻഷൻ തോന്നുന്നത് അത്രത്തോളം ചെറുപ്പമായ മനസ്സിന്റെ ഉടമയാണ് അനിൽ സാറ്. അദ്ദേഹം വളരെ നല്ല ഒരുപാട് പുരസ്കാരങ്ങളും ഒരുപാട് ബഹുമതികൾ ലഭിച്ചുള്ള വ്യക്തിത്വമാണ്. തിരുവല്ല സ്വദേശിയാണ് അനിൽ C. ഉഷസ്. ഇന്നും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹമാണ് പത്തനംതിട്ടയിൽ നമ്മൾ തിരഞ്ഞെടുത്തത്. കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി സെക്രട്ടറിയുടെ R. സുരേഷ് കുമാർ സാർ, അദ്ദേഹവും KPSTയുടെ സംസ്ഥാന നേതൃത്വത്തിൽ വിരമിച്ച വ്യക്തിത്വം. ഇന്ന് പൊതു സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സുരേഷ് കുമാർ സാറിനെയാണ് കൊല്ലത്ത് നിന്നും തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഈ ഗുരുവന്ദനം തിരഞ്ഞെടുത്തത് ശ്രീമതി ജമീല ബി. ടീച്ചർ, വളരെ സീനിയറായ നേതാവാണ്. GSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി 25 വർഷങ്ങൾക്ക് മുമ്പ് സർവീസ് വിരമിച്ച് ഇന്നും 80 വയസ്സായിട്ടും സംഘടനയുടെ എല്ലാ പരിപാടികൾക്കും ഓടിയെത്തുന്ന, എന്നും സംഘടന താല്പര്യമുള്ള പാർട്ടിയോട് കൂടെയുള്ള ഒരു വ്യക്തിത്വപരമായ ജമീല ടീച്ചറെയാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ഇവർക്കെല്ലാം ഗുരുശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുന്ന അർഹരായവർ ഇനിയും ഒത്തിരി പേർ നമുക്ക് അർഹതയുള്ള ഒരുപാട് അധ്യാപകർ. എല്ലാവരെയും ആദരിക്കാൻ കഴിയില്ല. എല്ലാവരെയും ആദരിച്ചായി കണക്കാക്കിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം അനുമോദനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.